ഹായ് ഫ്രണ്ട്സ്, മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ സംബന്ധിച്ചാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് ഓടുകയോ വാഹനത്തിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ എങ്ങനെ നമ്മുടെ ഫോണിലെ ഡാറ്റകൾ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അതിന് നമ്മുടെ ഫോണിലെ ഒരു സെറ്റിങ്സ് ഓണാക്കിയിട്ടാൽ മാത്രം മതിയാകും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായും കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ താഴെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നു. ഇവിടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഇമെയിൽ ഐ ഡി, ഒന്നിലധികം ഇമെയിൽ ഐ ഡി പലർക്കും കാണാം. അങ്ങനെയെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൃത്യമായിട്ട് തന്നെ നമ്മൾ മൊബൈൽ ആയിട്ട് ലിങ്ക് ചെയ്തതും യൂസ് ചെയ്യുന്നതുമായ ഇമെയിൽ ഐ ഡി തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ കൃത്യമായ ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓൾ സർവീസ് എന്ന ഭാഗത്തിലേക്ക് പോവുക. ഓൾ സർവീസ്. അപ്പം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ താഴെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഈ വിൻഡോയിൽ തന്നെ കാണാൻ പറ്റും ഒരു മോഷണത്തിൻ്റെ ഒരു ശ്രമം. എങ്ങനെയാണ് ഈ സംവിധാനത്തിലൂടെ നമ്മുടെ ഫോണിലെ ഡാറ്റ സംരക്ഷിക്കപ്പെടുന്നത്? അത് AI മോഷൻ സെൻസർ, വൈഫൈ, ബ്ലൂടൂത്ത് എന്നിവയിലൂടെയാണ് ഈ ഒരു സംവിധാനം നമ്മളെ സംരക്ഷിക്കുന്നത്. അത് സ്വയം സ്ക്രീൻ ലോക്ക് ചെയ്യുകയും ഉപകരണം തട്ടിയെടുത്തോടുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ അത് തിരിച്ചറിയുകയും ലോക്ക് ട്രിഗർ എന്ന സംവിധാനം ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്യുകയും ചെയ്യും. ആദ്യം കാണുന്ന ഈ തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് അത് ഓണാക്കി ഇടുക. അത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നു. അത് ടേൺ ഓൺ കൊടുക്കുക. അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഡിറ്റക്ഷൻ ചെയ്യുന്നത് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ടേൺ ഓൺ നൽകുക. അപ്പോൾ അത് ഓണായി. അടുത്ത സെക്ഷനായിട്ട് കിടക്കുന്നത് ഓഫ്ലൈൻ ഡിവൈസ് ലോക്കാണ്. അതും നമ്മൾ ഓൺ ചെയ്ത് ഇടേണ്ടതുണ്ട്. അതിനു മുന്നേ ആ ലോക്കിൻ്റെ സംവിധാനം എന്തെന്ന് നിങ്ങളോട് വിവരിക്കാം. മോഷ്ടിച്ച വ്യക്തി പലപ്പോഴും ചെയ്യുന്നത് എന്തായിരിക്കാം? നമ്മൾ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഓഫ് ചെയ്തിടും. അപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഓഫ്ലൈൻ ആണെങ്കിലും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഡാറ്റ സംരക്ഷിക്കപ്പെടും? അപ്പോൾ നമ്മുടെ ഫോണിലെ ഡാറ്റ ഇത് സംരക്ഷിക്കപ്പെടുത്തുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഇത് സ്വയമേ ഓഫാകും, ഓഫ്ലൈനിലേക്ക് പോകും, അങ്ങനെ ലോക്കാകുകയും ചെയ്യും. അത് മുമ്പേ പറഞ്ഞ ആ ലോക്ക് ട്രിഗർ സംവിധാനത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ഡാറ്റകൾ അവിടെ സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ അത് അൺലോക്ക് ചെയ്യുവാൻ നമ്മുടെ രഹസ്യ കോഡോ നമ്മുടെ പാസ്വേഡോ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സംവിധാനം ഓണാക്കിയിടുക. അപ്പോഴിതുപോലെ അതിൻ്റെ വർക്ക്സിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക, ടേൺ ഓൺ ചെയ്യുക, അത് ഓണാക്കിയിടുക. അതിന് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫീച്ചേഴ്സാണ് ഇനി അടുത്തത് പറയുന്നത്. അത് റിമോട്ട് ലോക്കാണ്. കാരണം നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഗൂഗിളിൽ കയറി android.com/lock എന്ന് എൻ്റർ ചെയ്യുക. സൈറ്റിൽ നിങ്ങളുടെ ഇമെയിലായിട്ട് രജിസ്റ്റർ ആയ ആ ഫോൺ ആയിരിക്കുമല്ലോ നഷ്ടപ്പെട്ടത്. ആ ഫോൺ നമ്പർ ചോദിക്കും. അത് കൃത്യമായി തന്നെ ആ ഫോൺ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് ലോക്ക് ഡിവൈസ് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഡിവൈസ് അവിടെ ലോക്കാക്കാൻ നമുക്ക് ഈ സംവിധാനത്തിലൂടെ സാധിക്കും. നമുക്കിവിടെ ഇരുന്ന് തന്നെ ദൂരെ എവിടെയോ പോയ നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ മൊബൈൽ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയൊരു ഫീച്ചേഴ്സാണ്. ഓൺലൈനാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ ലോക്കാകും. ഓൺലൈൻ അല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഇത് എപ്പോൾ ഓൺലൈൻ ആകുന്നോ ആ സമയത്ത് നമ്മുടെ ഫോൺ ലോക്കാകുകയും ചെയ്യും. ഇതൊരു നല്ലൊരു ഫീച്ചേഴ്സാണ്.
എല്ലാവരും ഫോണിൽ അത് യൂസ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.